Process of perception and factors influence perception. Perception is the process by which individuals organize and interpret their sensory impressions in order to give relevance and significance to our environment. ഇപ്പോൾ പെർസെപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഇൻഡിവിജ്വൽസ് അവരുടെ സെൻസറി ഓർഗൻസിനെ ഓർഗനൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്ത് അവന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൽ വരുന്ന പെർസെപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന്, പെർസെപ്ഷൻ ഇൻപുട്സ് ഓഫ് സ്റ്റിമുലി. It is the first stage of perception which expresses perceptual inputs which encompasses all stimuli which exist in our environment including information, object, events, people, etc. The perceiver has these inputs. പെർസെപ്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് പെർസെപ്ഷണൽ ഇൻപുട്സ് ഓഫ് സ്റ്റിമുലി ആണ്. അതിലൂടെ എന്തൊക്കെ സ്റ്റിമുലി ആണ് അവരുടെ എൻവയോൺമെന്റിൽ പ്രസന്റ് ആയിട്ടുള്ളത്, എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ്, എന്തൊക്കെ ഒബ്ജക്റ്റ് ആണ്, എന്തൊക്കെ ഇവന്റ്സ് ആണ്, എന്തൊക്കെ ആരൊക്കെയാണ് ഉള്ളത്, ഇങ്ങനെയുള്ള ഇൻപുട്സ് ആണ് പെർസെപ്ഷൻ പ്രോസസ്സിൽ വരുന്നത്. പെർസെപ്ഷൻ ഇൻപുട്സിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ആണ് പെർസെപ്ഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് വരുന്നത്. രണ്ടാമത് പെർസെപ്ച്വൽ മെക്കാനിസം. ഇറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് പെർസെപ്ഷൻ വിച്ച് ഇൻക്ലൂഡ്സ് പെർപെച്വൽ മെക്കാനിസം. It deals with the transformation of perceptual inputs to outputs. രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നതാണ് പെർസെപ്ഷൻ മെക്കാനിസം. പെർസെപ്ഷൻ മെക്കാനിസത്തിലൂടെയാണ് ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി, പെർസെപ്ഷൻ ഇൻപുട്സിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നത്. പ്രധാനമായിട്ടും 3 പ്രോസസ് ആണ് വരുന്നത്: സെലക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റിമുലി. എൻവയോൺമെന്റ് വരുന്ന സ്റ്റിമുലിയുടെ സെലക്ഷൻ, ഓർഗനൈസേഷൻ, ഇന്റർപ്രിട്ടേഷൻ ആണ് പെർസെപ്ച്വൽ മെക്കാനിസത്തിൽ വരുന്ന 3 പ്രോസസ്സ്. ഓൾദോ every individual go through these steps but they vary in their methodology of selection, organizing and interpreting the stimuli in their own way which is based on their personality, predispositions and biases. എല്ലാവരും ഈ 3 പ്രോസസ്സിലൂടെയാണ് പോകുന്നതെങ്കിൽ കൂടി ഓരോരുത്തരിലും ഈ മെത്തഡോളജി, അതായത് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. അത് അവരുടെ പേഴ്സണാലിറ്റി, പ്രീഡിസ്പോസിഷൻസ്, ബയാസസ് മുതലായവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പെർസെപ്ഷൻ പ്രോസസ്സിലെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് പെർസെപ്ഷൻ മെക്കാനിസം. പെർസെപ്ഷൻ മെക്കാനിസത്തിലൂടെയാണ് ഇൻപുട്സിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് പെർസെപ്ച്വൽ ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ദ തേർഡ് സ്റ്റേജ് ഓഫ് പെർസെപ്ഷൻ. ദീസ് ഔട്ട്പുട്ട് ആർ ഡിറൈവ്ഡ് ഫ്രം ദ പ്രോസസ് ഓഫ് perceptual thoughts. It includes an individual's attitudes, opinion, feelings, values, actions. Perceptual errors can adversely affect the outputs. Therefore, managers should enhance the perceptual skills in their personality to get the positive result. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിൽ പെർസെപ്ഷൻ പ്രോസസ്സിലൂടെ വരുന്ന ഔട്ട്പുട്ടിനെയാണ് വരുന്നത്. അതിൽ പെടുന്നതാണ് ആറ്റിറ്റ്യൂഡ്സ്, ഒപ്പീനിയൻസ്, ഫീല്, വാല്യൂസ്, ആക്ഷൻസ് മുതലായവ. പെർസെപ്ഷൻ എറേഴ്സിലൂടെ ഔട്ട്പുട്ടിൽ വ്യത്യാസം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജർമാര് പെർസെപ്ഷൻ സ്കില്ല് കൂട്ടി വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. നാലാമത് പറയുന്നുണ്ട് pattern of behavior. It is the fourth stage of perception. It says that behavior is the resultant factor of perception. നാലാമത്തെ സ്റ്റേജ് ആണ് പാറ്റേൺ ഓഫ് ബിഹേവിയർ. ബിഹേവിയർ എന്ന് പറയുന്നത് പെർസെപ്ഷന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് ബിഹേവിയർ. The behavior of a perceiver enables in generating response which give result to a new set of inputs. പെർസീവറുടെ ബിഹേവിയറിലൂടെയാണ് റെസ്പോൺസ് ഉണ്ടാവുകയും അതുവഴി പുതിയ ഇൻപുട്സ് സംഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പെർസെപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ 4 സ്റ്റേജ് ആണ് ഉണ്ടാവുന്നത്. പെർസെപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ 4 സ്റ്റേജ് ആണ് വരുന്നത്. ഒന്ന്, പെർസെപ്ച്വൽ ഇൻപുട്സ് ഓഫ് സ്റ്റിമുലി. 2, പെർസെപ്ഷൻ മെക്കാനിസം. 3, പെർസെപ്ഷൻ ഔട്ട്പുട്ട്. 4, പാറ്റേൺ ഓഫ് ബിഹേവിയർ. അതിൽ പെർസെപ്ഷൻ ഇൻപുട്ട് ഓഫ് സ്റ്റിമുലിയിൽ എന്തൊക്കെ പെർസെപ്ഷൻ ഇൻപുട്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. പെർസെപ്ഷൻ മെക്കാനിസത്തിൽ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്.
ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നതിൽ അഫക്റ്റ് ചെയ്യുന്ന 3 പ്രോസസ്സ് എന്ന് പറയുന്ന സെലക്ഷൻ, ഓർഗനൈസേഷൻ, ഇന്റർപ്രിട്ടേഷൻ ആണ്. ഓരോ വ്യക്തിയിലും ഈ പ്രോസസ്സിന്റെ മെത്തഡോളജി വ്യത്യാസം ഉണ്ടാവും, പ്രോസസ്സ് സെയിം ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേജ് ആണ് പെർസെപ്ഷൻ ഔട്ട്പുട്ട്. പെർസെപ്ഷന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന തോട്ട്സ്, ആറ്റിറ്റ്യൂഡ്സ്, ഒപ്പീനിയൻസ്, ഫീലിങ്സ്, വാല്യൂസ്, ആക്ഷൻസ് മുതലായവയാണ്. അപ്പോൾ മാനേജർമാര് ഔട്ട്പുട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ പേഴ്സണാലിറ്റി പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പെർസെപ്ഷൻ സ്കിൽസ് എൻഹാൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നാലാമത് പറയുന്നതാണ് പാറ്റേൺ ഓഫ് ബിഹേവിയർ. പെർസെപ്ഷൻ പ്രോസസ്സിലെ 4ാമത്തെ സ്റ്റേജ് ആണ് പാറ്റേൺ ഓഫ് ബിഹേവിയർ. പെർസെപ്ഷൻ മൂലം ഉണ്ടാകുന്ന ബിഹേവിയർ ആണ് പാറ്റേൺ ഓഫ് ബിഹേവിയറിൽ വരുന്നത്. ആ പാറ്റേൺ ഓഫ് ബിഹേവിയർ കൊണ്ട് പുതിയ തരത്തിലുള്ള ഇൻപുട്സ് സംഭവിക്കുന്നതാണ്. The factors which influence perceptions are പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇൻ ദ പ്രിസീവർ. മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫാക്ടേഴ്സ് ഇൻ ദ പ്രിസീവർ, ഫാക്ടേഴ്സ് ഇൻ ദ ടാർഗറ്റ്, ഫാക്ടേഴ്സ് ഇൻ ദ സിറ്റുവേഷൻസ്. ഫാക്ടേഴ്സ് ഇൻ ദ പ്രിസീവറിൽ വരുന്നതാണ് ആ പ്രിസീവർ ആരാണ് പ്രിസീവ് ചെയ്യുന്നത്, അവരുടെ കൺസെപ്റ്റ്, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്, ഇൻട്രസ്റ്റ്, എക്സ്പീരിയൻസ്, എക്സ്പെക്ടേഷൻസ്. ഇനി ടാർഗറ്റ് വരുന്നതാണ് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ്, വെർബൽ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, സ്റ്റാറ്റസ്, ഒക്യുപ്പേഷൻ, പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് മുതലായവ. ഇനി സിറ്റുവേഷന്റെ ഫാക്ടേഴ്സ് വരുന്നതാണ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്, ഓർഗനൈസേഷൻ റോള്, വർക്ക് സെറ്റിംഗ്, ലൊക്കേഷൻ ഓഫ് ഇവന്റ് ആൻഡ് ടൈം ആണ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് വരുന്നത്. ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ കൂടുന്നതാണ് പെർസെപ്ഷൻ, മറ്റുള്ളവരെ കുറിച്ചുള്ള പെർസെപ്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് പെർസെപ്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്.